അമൃത്സറിൽ ഇപ്പോഴും ജാഗ്രത തുടരുകയാണ്. ആളുകളോട് വീടിനകത്ത് തന്നെ പുറത്തിറങ്ങരുത് എന്ന നിർദ്ദേശം ഇപ്പോൾ ജില്ലാ കളക്ടറുടെ ഭാഗത്ത് നിന്ന് ഇന്ന് രാവിലെയും വരുന്നുണ്ട്. ഒരു സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാത്രം ഇതിനെ കണ്ടാൽ മതി. കാരണം ഇന്നലെ രാത്രി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനങ്ങൾ ഉണ്ടായി ശരിയാണ്. പക്ഷേ ഇന്ന് പുലർച്ചെ മുതൽ ഇങ്ങോട്ട് സ്ഥിതി ശാന്തമാണ് അതിർത്തി. നമുക്കൊപ്പം ജമ്മുവിൽ നിന്ന് ബി ബാലഗോപാൽ കൂടി ചേരുന്നുണ്ട്. ബാലു, ഇന്നലെയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ എന്തായിരുന്നു ജമ്മുവിലേക്ക് സ്ഥിതി എന്ന് നമ്മൾ കണ്ടതാണ്. രജൌരിയിലായിരുന്നു ഇന്നലെ ആ സമയത്ത് ബാലു ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ബാലു നിൽക്കുന്ന സ്ഥലത്തെ സാഹചര്യം എന്താണ്? സ്ഥിതി ശാന്തമായി, അതിർത്തി ശാന്തമായി എന്ന് നമുക്ക് പറയാമോ ബാലു? ഗുഡ് മോർണിംഗ് ആര്യ. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ജമ്മു നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് നിൽക്കുന്നത്. ജമ്മുവിൽ ഇന്നലെ രാത്രി ഈ ബ്ലാക്ക് ഔട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അർദ്ധരാത്രിയോടുകൂടി ആ ബ്ലാക്ക് ഔട്ടൊക്കെ പിൻവലിച്ചു. പൊതുവെ സ്ഥിതി ശാന്തമായിരിക്കുന്നു എന്ന് തന്നെ പറയാൻ വേണ്ടി കഴിയും. കാരണം ജമ്മു മേഖലയിലാണ് ഈ പാകിസ്ഥാൻ്റെ ഏറ്റവും അധികം പ്രകോപനം ഉണ്ടായിരുന്നത് കഴിഞ്ഞ 3 ദിവസങ്ങളിൽ. പൂഞ്ച്, രജോരി, മെന്ദാർ, അതുപോലെ തന്നെ സാംബ, അഗ്നൂർ തുടങ്ങിയ ആർഎസ്പുര തുടങ്ങിയ മേഖലകൾക്ക് പുറമെ ഉധംപൂർ, ഈ നോർത്തേൺ കമാൻഡിൻ്റെ ആസ്ഥാനമായ ഉധംപൂർ എന്നിവിടങ്ങളിലൊക്കെ ആയിരുന്നു ഈ പാകിസ്ഥാൻ്റെ ശക്തമായ പ്രകോപനങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കാശ്മീർ താഴ്വരയേക്കാൾ ഏറെ ദുരിതം അനുഭവിച്ചിരുന്നത് ജമ്മുവിലെ ജനങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ ജനജീവിതം ഏതാണ്ട് സാധാരണ നിലയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ആൾക്കാരൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ വേണ്ടി കഴിയും. രാവിലെ ആൾക്കാരൊക്കെ ഈ പത്രങ്ങളൊക്കെ വായിക്കുകയാണ്. നമുക്ക് അവരോട് സംസാരിച്ചു നോക്കാം. कैसा है? अच्छा खबर है? नहीं, बुरी खबर है. बुरी खबर है. सीज़फायर हो गया? सीज़फायर भी है, फिर भी उल्लंघन किया गया. हाँ, फिर भी फायर गोलेबारी हो रही है. अभी क्या होगा अगर? अभी होगा क्या, अभी कुछ पता ही नहीं चल रहा है. सरकार भी पता नहीं कैसे कर रही है और आतंकवाद फैलाया जा रहा है. कैसा है दादा? नहीं, बात करें भैया. नहीं, मुझे नहीं आता. सर इनको बोलो. सीज़फायर में क्या होगा? बोलो साजी बोलो. പലരും സംസാരിക്കാൻ വിസമ്മതിക്കുന്നുണ്ട് ആര്യ. പക്ഷേ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഒന്നുകൂടി ആ ദൃശ്യങ്ങളിലേക്ക് നോക്കാം. കാരണം എന്താണ് അതിർത്തി സമയത്ത് നമ്മൾ കണ്ടതാണ്. ആളുകൾ സുരക്ഷിത താവളങ്ങളിലേക്ക് കുട്ടികളെയും കൂട്ടി കയ്യിൽ കിട്ടിയതെല്ലാം വാരി എടുത്തുകൊണ്ട് പോകുന്നത്, കയ്യിൽ കിട്ടിയ ട്രാവലറിൽ പോകുന്നത് നമ്മൾ കണ്ടതാണ്. അവിടെ നിന്ന് പക്ഷെ ആളുകൾ പുറത്തിറങ്ങി പത്രമൊക്കെ വായിക്കുന്ന ഒരു സാധാരണ കാഴ്ചയിലേക്ക്, ഒരു സാധാരണ ദിവസം എങ്ങനെയാണ് ഒരിടത്തുണ്ടാവുക, ആ സ്ഥിതിയിലേക്ക് എത്തുന്നു. അത് വലിയ നമുക്കൊക്കെ ഒരു സന്തോഷവും സമാധാനവും നൽകുന്ന കാഴ്ചയാണിത്. ഒരുപക്ഷെ പഹൽഗാം ഭീകരാക്രമണത്തിനൊക്കെ ശേഷം ഇത്തരമൊരു കാഴ്ച കാണുന്നത് തന്നെ ജമ്മുവിൽ എനിക്കറിയില്ല, കാശ്മീരിലൊന്നും ഇങ്ങനെ ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ലായിരുന്നു. ഞാൻ രണ്ടാമത്തെ ഈ ഇന്ത്യ പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകിയതിന് ശേഷം ഞാൻ ജമ്മു മേഖലയിലായിരുന്നു എൻ്റെ ദിവസങ്ങളിലെല്ലാം. ആ ദിവസങ്ങളിലൊന്നും കാണാൻ വേണ്ടി കഴിയാത്ത അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ കാണുന്നത് പോലെ തന്നെ ആൾക്കാർ പത്രമൊക്കെ വായിച്ച് എന്താണ് കാര്യം, എന്താണ് നടക്കുന്നത്, ലോകത്ത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്നൊക്കെ അറിയുന്നതിനായി അവർ ഈ പത്രമാധ്യമങ്ങളിലേക്ക് ആശ്രയിക്കുന്ന, വായിച്ചുകൊണ്ട് അതിൻ്റെ സത്യവും, കാരണം ഇപ്പോൾ പലതും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന പലതും വ്യാജ വാർത്തകളാണ്. അതുകൊണ്ട് സത്യം തിരിച്ചറിയുന്നതിനായി ദിനപത്രങ്ങളെ മറ്റും ആശ്രയിക്കുന്ന ഒരു ജനതയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടിരിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ പോലും അവരുടെ പ്രതികരണം കൂടി ഞാൻ പറയേണ്ടതായുണ്ട് ആര്യ. കാരണം ഈ സീസ്ഫയർ എന്നൊക്കെ പറയുമ്പോഴും സീസ്ഫയർ യഥാർത്ഥത്തിൽ അത് ഫലപ്രദമായി എന്നൊരു വിശ്വാസം അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം വീണ്ടും സ്ഥിതിഗതികൾ വഷളാകും എന്ന് തന്നെയാണ് അവരിൽ പലരും പ്രതീക്ഷിക്കുന്നത്. കാരണം പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാനെ വിശ്വസിക്കാൻ വേണ്ടി കഴിയില്ല. പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും പ്രകോപനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഈ ജനങ്ങളെല്ലാം, നമ്മൾ സംസാരിച്ച സാധാരണക്കാരായ ജനങ്ങൾ പറയുന്നത്. കാരണം ഇന്നലെ ഇത്രത്തോളം ഇന്ത്യ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് ഈ സീസ്ഫയറിലേക്ക് എത്തിയിട്ട് പോലും പാകിസ്ഥാൻ അതിനോട് അനുകൂലമായല്ല പ്രതികരിച്ചത്. ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച ആൾ പോലും പറഞ്ഞത് അത് തകർന്നു, അതായത് സീസ്ഫയർ തകർന്നു, വീണ്ടും യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാകുമെന്നാണ്. പക്ഷേ പൊതുവെ അങ്ങനെ അല്ല എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. രാവിലെ ഞങ്ങൾ ഇവിടേക്ക് വരുന്ന സമയത്ത് കാണാമായിരുന്നു ഈ കൊച്ചുകുട്ടികളൊക്കെ സൈക്കിളിലൊക്കെ പോകുന്നത് കാണാമായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ അയക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു
മന്ദമാണെങ്കിലും പഴയ ഒരു ജീവിതത്തിലേക്ക് ജമ്മു കാശ്മീരിൻ്റെയും പ്രത്യേകിച്ച് ജമ്മു മേഖലയിലേക്കുള്ള ജനങ്ങൾ എത്തുന്നു എന്നതാണ് പറയാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെ പറയുമ്പോൾ പോലും ഇപ്പോഴും ഈ നഗരം ഉണർന്നിട്ടില്ല. സാധാരണഗതിയിൽ ഈ സമയത്തൊക്കെ വലിയ പ്രഭാത സവാരിക്കാരൊക്കെ നടക്കുന്ന പ്രഭാത സവാരിക്കൊക്കെ ആൾക്കാർ നടക്കുന്ന പ്രദേശമാണ്. പക്ഷേ കടകമ്പോളങ്ങളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. തെരുവുകളൊക്കെ ഏതാണ്ട് വിജനമാണ്. അതിനുള്ള ഒരു കാരണം എത്തുന്നു, അതിർത്തി ശാന്തമാകുന്നു എന്ന വിവരങ്ങൾ സ്വാഭാവികമായും നമുക്ക് ഓരോരുത്തർക്കും വലിയ പ്രതീക്ഷ നൽകുന്ന, വലിയ ആശ്വാസം നൽകുന്ന കാഴ്ചയാണ്. ഞാൻ ബാലുവിലേക്ക് മടങ്ങി വരാം.